ഹായ് ഫ്രണ്ട്സ്, ടച്ച് ആൻഡ് ടച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു എക്സ്റ്റൻഷൻ ബോർഡ് ഉണ്ടാക്കുന്ന രീതിയാണ്. അതിൻ്റെ ബോർഡ് വയറിങ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന എക്സ്റ്റൻഷൻ ബോർഡ് നമ്മുടെ ചെറിയ മെഷീൻസ് കുത്താൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് വെച്ചേക്കുന്ന 8 കാറിൻ്റെ ഒരു ബോക്സും അതേപോലെ ഹൈലം ഷീറ്റ് കട്ട് ചെയ്തതുമാണ് നമ്മൾ എടുത്തേക്കുന്നത്. അതിൻ്റെ അകത്ത് ഒരു 7 സോക്കറ്റും 2 സ്വിച്ചും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ എക്സ്റ്റൻഷന് വേണ്ടിയിട്ട് നമ്മൾ 7 സ്വിച്ചും 2 സോക്കറ്റുമാണ് ഉപയോഗിക്കുന്നത്. കാരണം ചെറിയ മെഷീൻസ് കുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എക്സ്റ്റൻഷൻ ബോർഡ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്ന 8 കാറിൻ്റെ ഒരു ബോക്സും PVC ബോക്സും അതേപോലെ ഹൈലം ഷീറ്റുമാണ്. വയറ് നമ്മൾ 1.5 ആണ് ഉപയോഗിച്ചേക്കുന്നത്. 1.5ൻ്റെ സ്ട്രിപ്പ് വയറാണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്ന് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. 4 സോക്കറ്റിന് ഒരു സ്വിച്ച്, അതേപോലെ തന്നെ 3 സോക്കറ്റിന് ഒരു സ്വിച്ച് എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ എക്സ്റ്റൻഷൻ ബോർഡ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തേക്കുന്നത് 4 2-in-1 സോക്കറ്റുകൾ എടുത്തിട്ടുണ്ട്, ഒരു സെക്ഷൻ, പിന്നെ 3 2-in-1 സോക്കറ്റ്. ടോട്ടൽ 7 2-in-1 സോക്കറ്റും 2 സ്വിച്ചുമാണ്, 1-way സ്വിച്ചുമാണ് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നത്. കാരണം നമ്മുടെ എക്സ്റ്റൻഷൻ ബോർഡിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അതാണ് എടുത്തേക്കുന്നത്. കാരണം 8 കാറിൻ്റെ ഷീറ്റാണ്, 8 കാറിൻ്റെ ഷീറ്റ് കട്ട് ചെയ്തെടുത്തതാണ്. 7 സോക്കറ്റും അതേപോലെ 2 സ്വിച്ചുമാണ് കൊടുത്തേക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 7 2-in-1 സോക്കറ്റും 2 സ്വിച്ചും എടുത്തിട്ടുണ്ട്. 4 എണ്ണത്തിന് ഒരു സ്വിച്ച്, 3 എണ്ണത്തിന് ഒരു സ്വിച്ച് എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുത്തേക്കുന്നത്. അതെല്ലാം നമുക്കിനി ഈ ഷീറ്റിൻ്റെ അകത്ത് സെറ്റ് ചെയ്യണം, ഓരോന്നോരോന്നായിട്ട് സെറ്റ് ചെയ്യണം. അതിനു മുമ്പ് തന്നെ ഇതിൻ്റെ സ്ക്രൂ നമുക്ക് അഴിച്ച് ഓരോന്ന് വെക്കണം. അങ്ങനെ നമ്മുടെ സോക്കറ്റുകളും സ്വിച്ചും സെറ്റ് ചെയ്തിട്ടുണ്ട്. 4, 3 എന്ന് വെച്ചാണ് 2-in-1 സോക്കറ്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. 2 സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചെറിയ മെഷീൻസ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു എക്സ്റ്റൻഷൻ ബോർഡ് ഉണ്ടാക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒരു സ്വിച്ചിന് ഒരു സോക്കറ്റ്, ഒരു സ്വിച്ചിന് ഒരു സോക്കറ്റ് എന്നുള്ള രീതിയിൽ ചെയ്യാം. നമുക്ക് ഇങ്ങനെ ചെറിയ മെഷീൻസ് കുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനൊരു എക്സ്റ്റൻഷൻ ബോർഡ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് വേണ്ടി എടുത്തേക്കുന്ന 1.5 ആണ് നമ്മൾ എടുത്തേക്കുന്നത്, ബോർഡ് വയർ ചെയ്യാനും അതേപോലെ കണക്ഷൻ കൊടുക്കാനും. നമ്മളെല്ലാത്തിനും സ്വിച്ചിൽ നിന്നുള്ള ഫേസ് കയറ്റി കൊടുത്തിട്ടുണ്ട്. സ്വിച്ചിൻ്റെ മോൾ സൈഡിൽ നിന്ന് നേരെ സോക്കറ്റിൻ്റെ റൈറ്റ് സൈഡിലോട്ട് കയറി ഇറങ്ങി ലൂപ്പ് ചെയ്താണ് പോകുന്നത്. നമ്മൾ അതേപോലെ തന്നെ നമ്മൾ ന്യൂട്രും കയറ്റി കൊടുത്തിട്ടുണ്ട്. അടുത്തത് ന്യൂട്രും ഇതേപോലെ തന്നെ എല്ലാ സോക്കറ്റുകളിലും ഡയറക്റ്റായിട്ട് കയറി ഇറങ്ങി നമ്മൾ വയറിൻ്റെ സ്ലീവ് കളഞ്ഞ് കയറി ഇറങ്ങി കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിലും ഡയറക്റ്റായിട്ട് ന്യൂട്രൽ കയറി
ഇറങ്ങി അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ടെർമിനൽ വഴി കയറി ഇറങ്ങി നിൽക്കണം. ഒരു വയർ നമ്മൾ വെളിയിലോട്ട് ഇട്ടിട്ടുണ്ട്, അത് അടുത്ത സോക്കറ്റിൻ്റെ അകത്ത് കൊടുക്കാനാണ്. അപ്പം ഡയറക്റ്റ് വരുന്ന ന്യൂട്രും അതും കൂടെ ഈ സ്ലീവ് കളഞ്ഞതും കൂടെ പിരിച്ച് വേണം നമുക്ക് അതിൻ്റെ അകത്ത് ന്യൂട്ര് കയറ്റി കൊടുക്കാൻ. 3 സോക്കറ്റിന് ഒരു സ്വിച്ച്, അതേപോലെ 4 സോക്കറ്റിന് ഒരു സ്വിച്ച് എന്നുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത്. നമ്മൾ അങ്ങനെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫേസ് നേരെ കയറി വരുന്നു, ഡയറക്റ്റ് വരുന്ന ഫേസ് നേരെ വന്നു, സ്വിച്ചിൻ്റെ അടിയിൽ ടെർമിനലിൽ കൂടെ കയറി അടുത്ത സ്വിച്ചിൻ്റെ അടി ടെർമിനലിലൂടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ന്യൂട്രും നമ്മൾ നേരത്തെ ഇട്ടിരുന്ന ആ വയറിൻ്റെ കൂടെ ചേർത്ത് ന്യൂട്ര് കോമൺ ആയിട്ട് മൊത്തത്തിലുള്ളതിലോട്ട് ഒരു ടെർമിനലിൻ്റെ അകത്ത് പിടിച്ചു കൊടുത്തിട്ടുണ്ട്. അതുവഴിയാണ് ലൂപ്പ് ചെയ്ത് കയറി ഇറങ്ങുന്നുണ്ട്. ഇതേപോലെ കയറി ഇറങ്ങി ഒരു സോക്കറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെ കയറി അടുത്തതിൻ്റെ അങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. ന്യൂട്രും ഫുൾ കോമൺ ആയിട്ട് കിടക്കുന്നത് കൊണ്ടാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ എർത്ത് വയറും ഇതേപോലെ തന്നെ നമ്മൾ കൊടുക്കാം. എർത്ത് വയറും ഇതേപോലെ തന്നെ നമുക്ക് കൊടുക്കാം. കാരണം ഇവിടെ ഒരു കെട്ടിട്ടേക്കുന്നത് എന്ന് പറഞ്ഞാൽ വലിക്കുമ്പോൾ ഊരി പോകാതിരിക്കാനാണ് അകത്തൊരു കെട്ടിട്ടേക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും അത്യാവശ്യത്തിന് കിടന്ന് വലിച്ചു കഴിഞ്ഞാൽ അതങ്ങനെ പിന്നെ ഊരിപ്പോകും. അതേപോലെ തന്നെ നമ്മൾ എർത്തും ഇതേപോലെ ഒന്നിൽ നിന്ന് അടുത്തതിലോട്ട് എർത്ത് ലൂപ്പ് ചെയ്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. എർത്തും ഇതേപോലെ തന്നെയാണ്. 7 സോക്കറ്റിനെ നമ്മൾ ലൂപ്പ് ചെയ്താണ് എർത്തും നമ്മൾ ഇട്ടേക്കുന്നത്. അങ്ങനെ വേണം കൊടുക്കാൻ. എല്ലാം നമ്മളിങ്ങനെയാണ് കൊടുത്തത്. ന്യൂട്രും എർത്തും കോമൺ ആയിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ലൂപ്പ് ചെയ്ത് കൊടുത്തത്. 4 സോക്കറ്റിന് ഒരു സ്വിച്ച് ഇതേപോലെ തന്നെയാണ് ലൂപ്പ് ചെയ്ത് നമ്മൾ കൊടുത്തേക്കുന്നത്. അതുപോലെ 3 സോക്കറ്റിന് ഇതുപോലെ തന്നെയാണ് കൊടുത്തേക്കുന്നത്. അങ്ങനെ നമ്മുടെ സ്വിച്ച് ബോർഡ് എക്സ്റ്റൻഷൻ ബോർഡ് റെഡി ആയിരിക്കുകയാണ്. നമ്മൾ അതേപോലെ വയറുകൾ ടേപ്പ് അടിച്ചും സേഫായിട്ട് വെച്ചിട്ടുണ്ട്. കാരണം വയർ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കാൻ നേരത്ത് ഉരഞ്ഞു പോകാതിരിക്കാനാണ്. ഇതേപോലെ നമുക്കും സ്വന്തമായിട്ട് തന്നെ ഇതേപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.